പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്, വയനാട് എന്ന് പറയുന്നത് ഇങ്ങേയറ്റത്തുള്ള ഒരു കേരളത്തിലെ ചെറിയ ലോക്സഭാ മണ്ഡലമാണല്ലോ. അതൊന്നും അല്ലല്ലോ രാഷ്ട്രീയ ഭൂമിക. കേരളത്തിൽ തുടർച്ചയായി 2 തവണ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു UDF-ന്. മൂന്നാമതൊരിക്കൽ കൂടി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ടാണോ പ്രിയങ്ക ഗാന്ധി? ശരിയാണ്, ദേശീയ തലത്തിലൊരു അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രിയങ്ക ഗാന്ധിയെ വെച്ചിട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം കേരളത്തിനുള്ള ഒരു പാക്കേജ് കൂടിയാണോ? അല്ല, ഇത് കേരളത്തിന് അങ്ങനെ ഒരു പാക്കേജിന്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തില് ഈ രണ്ടാമത്തെ LDF ഗവൺമെന്റിന്റെ ഭരണം ജനങ്ങൾ പൊറുതുമുട്ടിയിരിക്കുകയാണ്. ഈ LDF ഗവൺമെന്റിനെ എത്രയും വേഗം അധികാരത്തിൽ നിന്ന് തുരത്തുവാൻ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എന്ന് തെരഞ്ഞെടുപ്പുണ്ടായാലും LDF ഗവൺമെന്റ് പരിപൂർണമായി പരാജയപ്പെടും. അതുകൊണ്ട് ഒരു പാക്കേജിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്, പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ ദേശീയ നേതാവാണ്, എല്ലാവർക്കും അക്സെപ്റ്റബിളായ നേതാവാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പായി 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും. അപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റ് ബെറ്റാണ് ആ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചതാണ്. ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്. അതിനകത്ത് മറ്റ് പാർട്ടികൾക്ക് സത്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശം പോലുമില്ല. അവർക്ക് പറയാനുള്ളത് അവർ വയനാട്ടിലെ ജനങ്ങളോട് പറയട്ടെ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ റായ്ബറേലിയിൽ കൂടി താൻ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി സമൂഹത്തെ അറിയിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ, അതായത് പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് കേട്ടിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലെ സ്ഥാനാർത്ഥിത്വം നൽകിയില്ല. കാരണം ഒരു കുടുംബത്തിലെ 3 പേര് പാർലമെന്റിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം അത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 3 പേര് ഒരേ സമയം പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല എന്ന് എന്നെക്കാൾ നന്നായി അങ്ങേക്കറിയാം പ്രൊഫസർ PJ കുര്യൻ. ഓക്കെ 3 ദിവസം 3 പേര് പാർലമെന്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഇവിടെ പ്രസക്തമായ ക്വസ്റ്റ്യനെ അല്ല. കാരണം ഈ ദേശീയ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ എത്രയോ മന്ത്രിമാരുടെ, എത്രയോ നേതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിന് എത്ര ഉദാഹരണം വേണമെങ്കിലുണ്ട്. ഈ ശ്രീ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ തന്നെ ഏതാണ്ട് 18ഓളം മന്ത്രിമാർ ഈ ഇത്തരം കുടുംബ വാഴ്ചയുടെ ഭാഗമാണ് എന്ന് പറയും. അവിടെ അങ്ങനെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കോൺഗ്രസിലെ ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഈ രാജ്യത്തിലുള്ള സേവനവും, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. അങ്ങനെയുള്ള ആ കുടുംബത്തിൽ നിന്ന് ഒരാളോ 2 പേരോ 3 പേരോ എന്നുള്ള ഞങ്ങൾക്ക് പ്രശ്നമല്ല, ജനങ്ങൾക്കത് പ്രശ്നമേ അല്ല. ഇവിടെ പ്രശ്നം മത്സരിക്കുന്ന ജനങ്ങൾ നോക്കുന്ന എന്തുവാ, മത്സരിക്കുന്ന കാൻഡിഡേറ്റ് അതിന് അർഹരാണോ? നിങ്ങൾക്ക് ശ്രീ നികേഷിനോട് ഞാൻ ചോദിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കാൻ ഇതിനേക്കാൾ ബെറ്റർ ഒരു കാൻഡിഡേറ്റിനെ പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കോൺഗ്രസ് പാർട്ടിക്കുള്ള ഏറ്റവും വലിയ ബെറ്റാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ അസൂയ കൊണ്ടാണ് മറ്റുള്ളവർ ഇത് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി ഒരു സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും അർഹയാണ്. വാസ്തവത്തിൽ ജനങ്ങൾ നോക്കുന്നതാണ് മത്സരിക്കുന്നവർ അതിനർഹരാണോ എന്നുള്ളതാണ്. ഏറ്റവും അർഹയായ, ഇന്ന് ഇന്ത്യയിൽ നിന്ന് വേറെ ഏത് കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാലും ഒരു കാര്യം ചെയ്യും, BJP-യോ CPM-ഓ അവിടെ ഏറ്റവും വലിയ നേതാവിനെ കൊണ്ട് മത്സരിപ്പിക്കട്ടെ. വയനാട്ടില് എന്ത് സംഭവിക്കുമെന്നറിയാം. പിന്നീട് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിക്ക് കുടുംബമേ ഇല്ല, കുടുംബത്തോട് ബഹുമാനമില്ല. അങ്ങനെയുള്ള ഒരാളുടെ പിന്നെ കുടുംബവാഴ്ച ഉണ്ടാകും. കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബം ഉള്ളിടത്താണ് കുടുംബത്തിന് കണ്ടിന്യൂവേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ നെഹ്റു കുടുംബത്തിലെ എല്ലാവരും
രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ്. മറ്റൊരു കുടുംബമില്ല അതിന് തുല്യമായിട്ട്. എല്ലാവരും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ രാജ്യത്തിലെ നിങ്ങൾക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടി ഏറ്റവും ത്യാഗം സഹിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധി. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഇന്ത്യയുടെ തെക്ക് നിന്ന് വടക്കോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും മുഴുവൻ നടന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം നിന്ന് മത്സരിച്ച ഏറ്റവും ശ്രീ നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ അങ്ങേയറ്റം എതിർത്ത ശ്രീമതി പ്രിയങ്ക ഗാന്ധി അല്ല വയനാട്ടിൽ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ചിലപ്പോയില്ല. കോൺഗ്രസ് ഞങ്ങളാ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന്. ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യം പ്രിയങ്ക ഗാന്ധിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും നല്ല അതെന്തുകൊണ്ടാണ്? അത് കുടുംബവാഴ്ചയല്ല, അതിന് ഏറ്റവും പറ്റിയ അർഹയായ കാൻഡിഡേറ്റും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റും 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ജയിക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റുമാണ് പ്രിയങ്ക ഗാന്ധി. അതാണ് ഞങ്ങളുടെ ബെറ്റ്. ദയവായി തുടരുക പ്രൊഫസർ പി ജെ കുര്യൻ.